നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കേരള നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. വരുമാന വർധന ലക്ഷ്യമിട്ട് സ്വകാര്യ നിക്ഷേപം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നയം മാറ്റം ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് മദ്യവില കൂടും. അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് വർധന നടപ്പാക്കുക. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത്. കവിയും എഴുത്തുകാരനും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മകളുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30 അന്ത്യം. വാർത്തകൾ വിശദമായി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കേരള നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. വരുമാന വർധന ലക്ഷ്യമിട്ട് സ്വകാര്യ നിക്ഷേപം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നയമാറ്റങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയാണ് ബജറ്റ്. കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. അടുത്ത സാമ്പത്തിക വർഷം 1.38 ലക്ഷം കോടിയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവ്. 1.84 ലക്ഷം കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്യവില കൂടും. അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് വർധന നടപ്പാക്കുക. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇവയുടെ എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയത്. ഗൾവനേജ് ഫീസിനത്തിൽ 200 കോടി രൂപ സമാഹരിക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ലെന്ന് മന്ത്രി പറഞ്ഞു. കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കും. പെൻഷൻ സമയബന്ധിതമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ വിവാദമായ ചാലക്കുടി വ്യാജ LSD കേസിൽ വഴിത്തിരിവ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ തിരിച്ചറിഞ്ഞു. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണ് വിവരം നൽകിയത്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TM മജു കേസിൽ ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇയാളോട് ഈ മാസം 8-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കവിയും എഴുത്തുകാരനും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മകളുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30 അന്ത്യം. 1973 അന്തിമലരിയാണ് ആദ്യ സമാഹാരം. കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമല്ലി, ഉല്ലേഖം, 51 അക്ഷരാളി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ടാഗോറിന്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തിയതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 2007 ഓടക്കുഴൽ പുരസ്കാരവും 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി A രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV സുധാംശു അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി, ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു, VK അശോകൻ, EK ദേവാനന്ദൻ, KB ബീന, MD സന്തോഷ്, KM അബ്ദുൽ കരീം, ദിനകരൻ, KU സുബ്രഹ്മണ്യൻ, C ഗോപാലകൃഷ്ണൻ, KA തങ്കമണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മതിലകം BRCയുടെ കീഴിൽ വരുന്ന പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇൻക്ലൂസീവ് കലോത്സവം നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കലോത്സവം പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. മതിലകം BPC AP സിജിമോൾ അധ്യക്ഷയായി. റിയാലിറ്റി ഷോ താരം അമർ സഖ മുഖ്യാതിഥിയായി. BRC ട്രെയിനർ റസിയ, BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ സെറീന മുഹമ്മദ് അലി, മരിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് കേരള നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. വരുമാന വർധന ലക്ഷ്യമിട്ട് സ്വകാര്യ നിക്ഷേപം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നയം മാറ്റം ഉൾപ്പെടുത്തി. സംസ്ഥാനത്ത് മദ്യവില കൂടും. അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് വർധന നടപ്പാക്കുക. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് വില വർദ്ധിപ്പിക്കുന്നത്. കവിയും എഴുത്തുകാരനും നിരൂപകനുമായ NK ദേശം അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ മകളുടെ വീട്ടിൽ ഇന്നലെ രാത്രി 10:30 അന്ത്യം.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.